കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ മോഷനിൽ സംഭവിക്കുന്ന 5 ടൈപ്പ് ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് എല്ലാ ശരീരഭാഗങ്ങളിലും വ്യത്യാസം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രഗ്നൻ്റ് ആകാനായിട്ട് യൂട്രസ് പ്രിപ്പയർ ആവുന്നത് പോലെ തന്നെ ആ ബേബിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരവും പ്രിപ്പയർ ആവുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസമൊക്കെ കാണുന്നത്. ഇതേ വ്യത്യാസം തന്നെ നമുക്ക് മോഷൻ പോകുമ്പോൾ, അതായത് നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് പേർക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പീരിയഡ്സ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുള്ള ലക്ഷണങ്ങളാണത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുമെന്ന് ഊഹിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഡയറിയ അല്ലെങ്കിൽ ലൂസ് മോഷനാണ്. സാധാരണയായിട്ട് സെക്കൻഡ് പ്രഗ്നൻസിയുടെ ഒരു സമയത്താണെങ്കിലും ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്താണെങ്കിലും ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് ഡയറിയ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് എന്തെങ്കിലും ഫുഡ് പോയ്സൺ ആവുന്ന സമയത്ത്, അതായത് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണം നമുക്ക് പിടിക്കാതെയൊക്കെ വരുന്ന സമയത്താണ് ലൂസ് മോഷൻ ഉണ്ടാകുന്നത്. അതുപോലെ വയറ് നീര് വീഴുന്ന സമയത്തുമാണ് ലൂസ് മോഷൻ ഉണ്ടാകുന്നത്. പക്ഷേ എസ്പെഷ്യലി പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്ക് അവരുടെ പ്രഗ്നൻസിയുടെ പല സമയത്ത് ലൂസ് മോഷൻ ഉണ്ടാവാറുണ്ട്. നമ്മളിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ടും അതുപോലെ നമ്മൾ എടുക്കുന്ന ഭക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുമൊക്കെയാണ് ലൂസ് മോഷൻ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്നത്. വളരെ വേദനയോട് കൂടിയിട്ടുള്ള ലൂസ് മോഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതായത് മോഷൻ പോകാനായിട്ടുള്ള വേദനയായിരിക്കില്ല, പക്ഷേ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വയറിൽ വേദന ഉണ്ടാവുക, പിടിച്ചാൽ കിട്ടാത്ത പോലുള്ളൊരു അവസ്ഥ വരില്ലേ, ആ ഒരു സെൻസേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമായിരുന്നത്. ഞാൻ വിചാരിച്ചത് 2 വീലർ ഓടിക്കുന്നത് കൊണ്ട് വയറ് നീര് വീണിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് വിചാരിച്ചത്. ഈ മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നോർമലി നമുക്ക് ലൂസ് മോഷൻ പോകുന്നത് പോലെയല്ല, കുഞ്ഞു കുഞ്ഞു കട്ടകൾ തരികളൊക്കെ പോലെ ആ മോഷൻ പോകുന്നതിൽ അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു അത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിൽ വയറ്റിൽ നിന്ന് പോവുകയാണ്. നോർമലി നമ്മുടെ മോഷൻ പോകുന്നതിൻ്റെ കളറ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും. അതായത് ഇപ്പോൾ ഓറഞ്ച് ഷെയ്ഡാണോ യെല്ലോ ഷെയ്ഡാണോ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കളറിലായിരിക്കും നമുക്ക് പോകുന്നത്. പക്ഷേ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പലർക്കും മോഷൻ പോകുന്നത് ബ്ലാക്ക് കളറിലോട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ മോഷൻ നമുക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഏർലി സ്റ്റേജിൽ, സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റൂള് കൃത്യമായിട്ട് പോകാത്തത് കൊണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാകാം. അതുപോലെ നിങ്ങൾ എടുക്കുന്ന ഭക്ഷണങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺസിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാമാണ് നിങ്ങളുടെ മോഷനിൽ കളർ ചേഞ്ച് ഉണ്ടാവാനായിട്ട് ചാൻസ്. ഇപ്പോൾ അയേണിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ നേരത്തെ എടുത്തു തുടങ്ങുന്നവർക്ക് ഈ ഒരു വ്യത്യാസം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കില്ല കേട്ടോ. കാരണം അയേൺ മെഡിസിൻ എടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ചേഞ്ചസ് ഓൾറെഡി തന്നെ മോഷനിൽ പ്രഗ്നൻ്റ് ആണെങ്കിലും പ്രഗ്നൻ്റ് അല്ലെങ്കിലും തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് രണ്ടാമതായിട്ട് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. മൂന്നാമത്തെ ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ, അതായത് നമുക്ക് മലബന്ധം ഉണ്ടാവുക. ഒട്ടും തന്നെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഭയങ്കര തടസ്സം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് കോൺസ്റ്റിപ്പേഷൻ. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മോഷൻ പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കുഞ്ഞു കുഞ്ഞു കട്ടകളായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് മോഷൻ പോകുന്ന ഒരു സിറ്റുവേഷനോ നമുക്ക് ഉണ്ടാകും. പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഒരു ബുദ്ധിമുട്ടോടെ അസ്വസ്ഥതയാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരുപാട് പ്രഷർ കൊടുത്ത് മോഷൻ പാസ് ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് പ്രഷർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പൈൽസിലോട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. പൈൽസ് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു പോർഷനിൽ നമ്മുടെ ഞരമ്പ് ഒന്ന് തടിച്ച് നിൽക്കുന്നത് പോലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകും. വളരെയധികം നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും മോഷൻ പാസ് ചെയ്യാനായിട്ടോ. അപ്പോൾ കോൺസ്റ്റിപ്പേഷനും ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചിലവർക്കൊക്കെ ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട് ഇതെങ്ങനെയെങ്കിലും പുറത്തേക്ക് കളയണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഒരു 6ാമത്തെ ദിവസം ലൂസ് മോഷനായിട്ട് പോകാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇതേ ഒരു സിറ്റുവേഷൻ പോകുന്നത് പലർക്കും പ്രഗ്നൻസി ആയതിൻ്റെ ഒരു ചേഞ്ചസ് കൊണ്ടാണ് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഉണ്ടാവുക. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ ഉണ്ടാകുന്നവർക്കും മോഷൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. കൂടുതൽ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള യൂറോപ്യൻ ക്ലോസറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഒരു ചേഞ്ചസ് എളുപ്പത്തിൽ നമുക്ക് മോഷനിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോഴേക്കും ആ ഭാഗത്തുള്ള ചെറിയ ചെറിയ പൊട്ടലൊക്കെ നമുക്ക് അവിടെ ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മോഷൻ പാസ് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് ബ്ലഡ് കാണുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ചിലവർക്കൊക്കെ എന്ന് പറയുന്നത് ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 2-3 തവണയൊക്കെ അടുപ്പിച്ച് അങ്ങോട്ട് പോകും. അങ്ങനെ പോകുമ്പോഴും നമുക്ക് അവിടെ വേദന ഉണ്ടാകും, പുകച്ചിലുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലഡ് മോഷൻ പാസ് ചെയ്യുമ്പോൾ അതിൽ കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.
അടുത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മോഷൻ പോയി തീരാത്തൊരു സിറ്റുവേഷൻ തോന്നുക. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന സമയത്ത് പലർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. മുഴുവനായിട്ട് പോയി തീരാണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിങ്ങനെ വയറിൽ എന്തോ ഭയങ്കര ഒരു അസ്വസ്ഥതയും തിങ്ങി നിൽക്കുന്നത് പോലുള്ള ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. മുഴുവനായിട്ട് പോയി തീരുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാതെ വരിക. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് പോയി തീരില്ലല്ലോ, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് ഡൈജഷന് ബുദ്ധിമുട്ടുണ്ടാകും, ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അത് കൂടുതൽ വേഴ്സ് ആവാനായിട്ടാണ് നമുക്ക് പിന്നീട് അങ്ങോട്ടേക്കുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കേട്ടോ. അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. നട്ട്സ് കഴിക്കുന്നതും അതുപോലെ പഴങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതും ചീര പോലെയുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുന്നതും നിങ്ങൾക്ക് ആ ഒരു ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് ശരീരത്തിലോട്ട് എത്തുന്നതിനും മോഷൻ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മോഷൻ പോകാനായിട്ട് ഓൾറെഡി ബുദ്ധിമുട്ടുള്ള ആളുകൾ കൂടുതലായിട്ടും പ്രഷർ കൊടുത്ത് പാസ് ചെയ്യാതെ ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ടുള്ളൊരു സിറപ്പ് മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യമാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വയറൊന്ന് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ മേടിച്ച് കഴിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഏത് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും അത് ഡോക്ടറുടെ ആ ഒരു പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രമേ നിങ്ങൾ എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അതുപോലെ തന്നെ പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ ആ ഒരു കമൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. പഴയ വീഡിയോസിൻ്റെ കമൻസ് എനിക്ക് യൂട്യൂബിൽ റെക്കമെൻഡേഷനിൽ വരുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.